നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മെമ്മറി കാർഡ് വിഷയം വലിയ വിഷയമാണ്. ഗുരുതരമായ തെറ്റാണ് മെമ്മറി കാർഡ് വിഷയമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ ഇവരാണ്: ദേവൻ, അതോടൊപ്പം തന്നെ ജോയ് മാത്യു, താരസംഘടന അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ശ്രീലത നമ്പൂതിരി, അമ്മയിലെ അംഗം ആയ ഒരാളുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നൊരു അഭിഭാഷക, ഹൈക്കോടതി അഭിഭാഷകയായ ശ്രീലത പരമേശ്വരൻ. ഇവർക്ക് മുമ്പിലാണ് തെളിവെടുപ്പ് ഇന്നലെ നടന്നത്. ഇന്നലെ തെളിവെടുപ്പിന് പങ്കെടുത്തത് 2 പേരാണ്: ലിസി ജോസും ബീന ആൻ്റണിയും. ഇവർ രാവിലെ വന്ന് 2 മണിക്കൂറോളം അവരെ തെളിവെടുപ്പ് നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ തന്നെ ഇവർ പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഇടയിലുണ്ട്. ഇവർ അതിനുശേഷം ഇറങ്ങുന്ന സമയം വെച്ച് നോക്കുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ നൽകിയ മൊഴിയിൽ എനിക്ക് കിട്ടിയ വിവരം അങ്ങനെ ഒരു ഷൂട്ടിംഗ് നടന്നിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഷൂട്ടിംഗ് നടന്നിരുന്നു, അത് ക്യാമറ ഒളിച്ചു വെച്ചിരുന്നു. പിന്നീട് ക്യാമറ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത വാർത്ത അതേപടി തന്നെയാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതിനുശേഷം അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ ഈ കമ്മിറ്റി വിളിച്ചു വരുത്തിയെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇടവേള ബാബുവിന് നേരത്തെ മെയിൽ നൽകിയിട്ടുണ്ടാവും. ഇടവേള ബാബു വന്നു. ഇടവേള ബാബുവിൻ്റെ അടുത്തും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: മെമ്മറി കാർഡ് വിഷയത്തിൽ 60 ദിവസത്തിനുള്ളിൽ തീരുമാനം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് 3 ദിവസത്തെ തെളിവെടുപ്പിന് വേണ്ടി ഇവർ കമ്മിറ്റി രൂപീകരിച്ച് ആളുകൾക്ക് മെയിലയച്ച് വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മെയിലയച്ചപ്പോൾ ചില അംഗങ്ങൾ പറയുന്നുണ്ട്, ഈ കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേര് വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് മുമ്പിൽ പോയി, ആരാണെന്നറിയാതെ എങ്ങനെയാണ് ഇവർക്ക് മുമ്പിൽ പോയി നമ്മൾ മൊഴി നൽകുന്നത്? ഇനിയും ഈ മൊഴികൾ ചോർത്തപ്പെടുമോ എന്നൊരു സംശയമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ കമ്മിറ്റിക്ക് മുമ്പ് പോകാൻ വിസമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അവരും പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം അല്ലെങ്കിൽ അത് തേച്ച് മായ്ച്ച് കളയാനുള്ള ഒരു നടപടി ഉണ്ടാകും. ഞങ്ങൾ കമ്മിറ്റി വെച്ചിട്ട് നിങ്ങൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു നടപടി ഉണ്ടാകും. ഇതിനു മുമ്പ് ഒരു യോഗം ചേർന്നപ്പോൾ തന്നെ 2 അംഗങ്ങൾ പറഞ്ഞായിരുന്നു, അത് ഞാൻ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇത് പഴയ കേസാണ്, എന്തിനാണ് ഇത് കുത്തിപ്പൊക്കുന്ന നിലയിൽ ചോദിച്ചിരുന്നു. നിലവിൽ ഈ 2 പേര് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. അന്ന് പങ്കെടുത്ത ആളുകളെല്ലാം വിളിച്ച് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് എനിക്ക് കിട്ടുന്നത്. അന്ന് മനോരമ പത്രത്തിൽ അടിച്ചു വന്ന വാർത്ത ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പങ്കെടുത്ത നടിമാരുടെ പേര് അന്ന് അടിച്ചു വന്നത് മഞ്ജു പിള്ള, ഷംന കാസിം, സീനത്ത്, തസ്നി ഖാൻ, ലക്ഷ്മി പ്രിയ, ബീന ആൻ്റണി, ഉഷ, ലിസി ജോസഫ്, പ്രിയങ്ക എന്നിവരാണ് ക്ഷണിതാക്കളായി എത്തിയതെന്നും പറയുന്നു. അന്ന് മനോരമയിൽ അടിച്ചു വന്ന ഇവരെ വിളിച്ചാണ് മൊഴിയെടുത്തത്. അങ്ങനെ എൻ്റെ അറിവാണെങ്കിൽ 13 പേരോളം അന്ന് വീഡിയോ റെക്കോർഡിംഗ് സമയത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, മറ്റ് താരങ്ങളിലുണ്ടായ ദുരനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്തു. പിന്നീട് ആ മെമ്മറി കാർഡ് മുക്കിയിരിക്കുന്നു. അന്നത്തെ കമ്മിറ്റിയിലില്ലായിരുന്ന ഒരാളെ കുക്കു പരമേശ്വരനെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യിപ്പിച്ച് പിന്നീട് കുക്കു പരമേശ്വരൻ ഈ മെമ്മറി കാർഡ് എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തെളിവെടുപ്പ് നടത്തി. ഇനി 2 ദിവസം 3 ദിവസം തെളിവെടുപ്പ് നടക്കും. ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 ദിവസം കൂടിയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന 20, 21, 22 ഈ ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടക്കുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. ഈ തെളിവെടുപ്പ് പ്രഹസനമാകാതിരിക്കണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. കൃത്യമായി നടപടിയിലേക്ക് പോകുന്നു. എന്നാൽ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് ഈ മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്തപ്പോൾ അതിലെ 3 അംഗങ്ങൾ അന്നത്തെ മെമ്പർ എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായിരുന്ന ഒരു മെമ്പറിനെ പോയി കാണുകയും അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടന്നു എന്ന് ഇവർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെയും വിളിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതാണ്? തെളിവെടുപ്പ് നടത്താൻ ഉള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിലവിൽ അവർക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് കൃത്യമായി തന്നെ ജഗദീഷ് ഇക്കാര്യം ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഷാർപ്പായിട്ട് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ജഗദീഷിനെ വിളിക്കുന്നില്ല? ഇനി മൊഴി നൽകുന്ന അടിസ്ഥാനത്തിൽ മൊഴി പറയുന്ന ആളുകൾ ഇന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ അവരെ വിളിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്തരം നടപടികൾ പോകുന്നുണ്ട്. ഗംഭീരമായുള്ള ഒരു തെളിവെടുപ്പ് നടത്തും. ആ തെളിവെടുപ്പിൽ സത്യസന്ധമാണെങ്കിൽ ഈ കുറ്റം ചെയ്ത ആൾക്ക് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ഇതിൽ നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടിക്രമങ്ങൾ, ഈ മൊഴി നൽകുന്ന സ്ത്രീകൾക്ക് എന്താ അനുസരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇവർ മറ്റു വഴി തേടാനുമുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പിൽ ഏറ്റവും ആദ്യം തന്നെ ജോയ് മാത്യു അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് മറ്റംഗങ്ങൾ എത്തിയത്. ജോയ് മാത്യു നേരത്തെ എത്തിയിരുന്നു. അതിനുശേഷം മറ്റംഗങ്ങൾ എത്തി. അവരുടെ മുമ്പിലാണ് 2 പേർ വന്ന് തെളിവെടുപ്പ് നടത്തിയത്. 10 മണി മുതൽ 7:30 മണിക്ക് ശേഷമാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പോയത്. മൊഴി കൊടുത്ത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആളുകൾ പോയെങ്കിലും പിന്നീട് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആരും എത്തിയിട്ടില്ല. ഇനി
ഇന്നും നാളെയുമായിട്ട് തെളിവെടുപ്പിൽ എത്ര പേര് പങ്കെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നിയമപരമായി ആണെങ്കിൽ ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാൻ അമ്മയ്ക്ക് കഴിയുമോ എന്നൊരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. അല്ലാത്ത പക്ഷം ഇത് പോലീസിൽ പോകേണ്ട ഒരു കേസ് തന്നെയാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ വരെ പരാതിപ്പെടാവുന്ന ഒരു കേസ് തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് തന്നെ നേരിട്ട് ഈ അംഗങ്ങൾക്ക് പരാതിപ്പെടാവുന്ന ഒരു കാര്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. മെമ്മറി കാർഡ് വിഷയത്തിൽ നീതിക്കൊപ്പം ആയിരിക്കുമോ ഈ കമ്മിറ്റി നിൽക്കുക, അല്ലെങ്കിൽ അനീതിക്കൊപ്പമാണോ? ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.